കുറേ ദിവസമായിട്ട് മുറിച്ച് വിടണമെന്ന് വിചാരിച്ചത് ശരിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തല താഴെ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെ മുട്ടിയത് തിരിച്ച് ഇങ്ങനെ മുകളിലോട്ട് തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിർത്തുന്നത് ശരിയല്ലല്ലോ. അതിൻ്റെ താഴ്ഭാഗത്തെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലിൽ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വലിയ തണ്ടുകളൊക്കെ ഗ്ലാസ് ബോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ ഇങ്ങനെ വീഴാണ്ട് ഇതിനെ ഉയർത്തി വെക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. വയേർഡ് ഹാങ്ങറാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് വേറെ എന്ത് വയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ഹുക്കുള്ള ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിനെ ഒന്നിങ്ങനെ നല്ല രീതിയിൽ വളച്ചെടുക്കണം. അങ്ങനെ എളുപ്പത്തിൽ വളച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. നമ്മൾ കൈ വെച്ച് വളച്ചു കൊടുക്കണ മാതിരിയല്ല കേട്ടോ. കൈ വെച്ച് വളച്ചു കൊടുക്കുമ്പോൾ അത്ര വൃത്തിയായിട്ട് കിട്ടൂല കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ച് വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഇനി ഞാൻ കുറച്ച് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ത്രെഡ് എടുക്കാം. എന്നിട്ട് ഈ വയറിൻ്റെ താഴ്ഭാഗത്തോട്ട് മണി പ്ലാന്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഒരു 3-4 നോഡുകൾ ഈ താഴ്ഭാഗത്ത് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ വേര് വരും കേട്ടോ. ഇതിങ്ങനെ താന്നിരുന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന വയറിൽ ഈ മണി പ്ലാന്റിൻ്റെ തണ്ട് ഇങ്ങനെ നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ നിൽക്കുന്ന പോലെ ഒരു 2-3 സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ബോട്ടിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ബോട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വയർ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താത്തി വെച്ച് കൊടുത്താൽ മതി. മുകൾ ഭാഗത്ത് ഇങ്ങനെ കമ്പി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ചെടീനെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ പെബിൾസ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ മണി പ്ലാന്റിന്റെ കട്ടിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മണി പ്ലാന്റിന് പകരം മറ്റുള്ള ചെടികളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചും ചെടി വെക്കുന്ന സ്ഥലമൊക്കെ അനുസരിച്ചും നമുക്ക് ഈ ചെടീനെ തിരിച്ചും വളച്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്.